കോയത്തങ്ങൾ സന്ദീപ് കണ്ടതിന് ശേഷം സംസാരിക്കുന്നു. ഇതിന് 100 വർഷത്തെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഏതെങ്കിലും നിലക്കുള്ള വിഭാഗീയ ചിന്താഗതി വളർത്തുന്നതിൽ ഒരു കാലത്തും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പങ്കുവഹിച്ചിട്ടില്ല. അപ്പൊ അത്ര ഒരു വളരെ തുറന്നൊരു പുസ്തകമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രം എന്നുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന നയങ്ങളും നിലപാടുകളുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളത്. അപ്പം മതസൗഹാർദ്ദം ഇവിടെ ഊട്ടി ഉറപ്പിക്കാൻ ആവശ്യമാവുന്ന ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ സ്വീകരിക്കാതെ അതിന്റെ ഒരു ഭാഗമാണ് എന്നെ കാണുക എന്ന് പറഞ്ഞതും സാധിക്കാതെ തകളെ കാണുക അതൊക്കെ പറഞ്ഞത്. അല്ല അതൊന്നും അല്ല അങ്ങനെയൊന്നും നമ്മൾ അല്ല അങ്ങനെയല്ല. അത് എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ഇന്ത്യ രാജ്യത്ത് അവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളിൽ ആർക്കും ആവാം. അപ്പൊ സന്ദീപ് വാര്യർ മുമ്പ് മൂപ്പര് അവര് പിന്നെ BJP ആണ് ഈ ഇന്ത്യ രാജ്യത്തിന് ഗുണമെന്ന് മനസ്സിലാക്കി അതിലായിട്ടുണ്ടാവും. പിന്നെ മൂപ്പര് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ഇന്ന് മാറുക എന്നുള്ള ചിന്താഗതിയൊക്കെ അവരെ സ്വന്തം ചിന്താഗതിയാണത്. അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അധികാരത്തെ സ്വീകരിച്ചു, അത് സ്വീകരിക്കേണ്ടതാണ്, അതിൻ്റെ ഒരു ഭാഗമാണ്. മൂപ്പര് പറഞ്ഞല്ലോ, മൂപ്പര് BJPയിലാവുമ്പോഴും ഒന്ന് കാണണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. BJPയുള്ള പല നേതാക്കന്മാരായിട്ട് നമ്മൾ വന്നു. അതെ, അതങ്ങനെ തന്നെയല്ലേ മൂപ്പര് അങ്ങനെയുള്ള പറഞ്ഞത്. ഞാൻ ഈ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവരും ഒരു നന്മ എന്നുള്ള ചെയ്യണം എല്ലാവരോടും ഞാൻ പിന്തുണ. അതൊന്നും ഇപ്പൊ ചോദിക്കണ്ട. അത് പത്രത്തിൽ വരേണ്ട പരിസ്ഥിതിയെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പത്രത്തിൽ ആര് പരസ്യം കൊടുത്താലും നമ്മൾ സ്വീകരിക്കുമല്ലോ. അല്ല അതൊക്കെ പിന്നെ നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. മൂപ്പര് അതിനു വേണ്ടി വന്നതല്ല, അതിന്റെ ഒരു പ്രാധാന്യം നിൽക്കുമ്പോ ഒന്ന് കഴിച്ചോളൂ എല്ലാവരും. സ്നേഹത്തിന്റെ കട തുറക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അത് തന്നെയാണ് സന്ദീപും പറഞ്ഞത്. അങ്ങനെ എല്ലാവരും സ്നേഹത്തിന്റെ കട തുറക്കണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. അതങ്ങനെ തന്നെയല്ലേ, നിങ്ങളൊക്കെ അങ്ങനെ തന്നെ. ഞാൻ മാത്രമല്ലല്ലോ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ. മതി മതി മതി. നിങ്ങളുടെ സന്ദർശനങ്ങൾ ഒരു വിമർശന വിധേയമാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് മണക്കടത്തങ്ങ സന്ദർശനമൊക്കെ വിമർശനത്തിന്. അത് നമ്മളോടല്ലേ ചോദിക്കണം. നമ്മളിപ്പോ ആരും ഞാൻ പറഞ്ഞില്ല, എല്ലാരും കാണണം എന്നല്ലേ പറഞ്ഞത്. പിന്നെ അതോടെ അവസാനിച്ചല്ലേ.